ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഒരു കപ്പ് അവലുണ്ടെങ്കിൽ നല്ല പാൽപ്പായസത്തിൻ്റെ അതേ രുചിയിൽ നമുക്ക് ഈ അവൽ പായസം തയ്യാറാക്കാം. പഞ്ചസാരയും പാലും ചേർത്ത് നല്ല ക്രീമി പാകത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പായസം ഉണ്ടാക്കാം. ഇനി പാൽ കുറുക്കി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പാലിൻ്റെ രുചി ഒട്ടും ചോർന്നു പോകാതെ തന്നെ വളരെ എളുപ്പത്തിൽ ആർക്കും ഇത് വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ശരി, വേഗം റെസിപ്പിയിലോട്ട് പോകാം. 120 ml കപ്പിന് ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. വെളുത്ത അവലോ അതുപോലെ തന്നെ ചുവന്ന അവലോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഏതെടുത്താലും കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചെറുതായി കട്ടാക്കിയത് നമ്മളെ തേങ്ങാക്കൊത്ത് കൂടി ചേർത്തി കൊടുക്കാം. തേങ്ങാക്കൊത്തിനൊരു അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൂട്ടിക്കൊടുക്കാം. ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരി കൂടി ചേർത്തി കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർക്കുന്നില്ല. നന്നായി ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മളിതിങ്ങനെ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഈ ഒരു ഗോൾഡൻ കളർ ആയിരിക്കുമ്പോൾ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. മുഴുവനായിട്ടും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതേ നമ്മുടെ സെയിം പാനിൽ തന്നെ നമുക്ക് അവലും കൂടി വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ നെയ്യ് അതിലുള്ളത് കാരണം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി വറുത്തെടുക്കാം. പായസത്തിന് നല്ലൊരു രുചിയും പ്രത്യേക മണവും കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അവൽ പതുക്കെ മുരിഞ്ഞു വരുമ്പോൾ തന്നെ നല്ല നെയ്മണം വരാൻ തുടങ്ങും. അവലിൻ്റെ നിറം അധികം മാറിപ്പോകാതെ എന്നാൽ നല്ല ക്രിസ്പി ആയി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തി കൊടുക്കാം. കുറച്ച് നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കാരമലൈസ് ചെയ്യാം. പായസത്തിൽ നല്ലൊരു സ്വർണ്ണ നിറവും ആ ഒരു പ്രത്യേക രുചിയും കിട്ടാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പഞ്ചസാര ഉരുകി ഈ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കരിഞ്ഞു പോയാൽ പായസത്തിന് ഒരു കയ്പ്പ് രുചി വരും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ നിറം മാറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചെടുക്കാം. ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ചെടുക്കുന്നത്. പാനിൽ അടിയിൽ നമ്മുടെ പഞ്ചസാര നന്നായി കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിപ്പോൾ കുറച്ച് സമയം കൊണ്ട് അലിഞ്ഞു പോകും. പാല് നന്നായി തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്താൽ മണം കൊണ്ട് തന്നെ ആർക്കും കഴിക്കാൻ തോന്നിപ്പോകും. അതുപോലെ തന്നെ നമ്മളെ വറുത്ത് വെച്ച അവലുണ്ടല്ലോ, അവലും കൂടി ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് കൂടുതൽ നേരം ഒന്നും തിളപ്പിച്ചെടുക്കാനല്ല കേട്ടോ. 1-2 വട്ടം നമുക്ക് തിളപ്പിച്ചെടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും മുന്തിരിയും ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. വീട് മുഴുവൻ പായസത്തിൻ്റെ ഈ നല്ല മണം നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഈ മണവും രുചിയും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര കാരമലൈസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഗോൾഡൻ നിറമാണ് പായസത്തിന് കിട്ടിയിരിക്കുന്നത്. നോക്കൂ, പാലും അവലും ചേർന്ന് നല്ല ക്രീമി പാകത്തിനാണ് പായസം ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്കിത് വിളമ്പാൻ. ചൂടോടെ കഴിക്കാനും നല്ലതാണ്. അതല്ല അല്പം തണുപ്പിച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഈ സ്പെഷ്യൽ പായസം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.